ഹായ് ഗേസ്, നിങ്ങൾ ഈ ഒരു വാർത്ത ഉണ്ടോ? സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മനോഭാവേ, അവരെ ചിന്തകളെ, 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുക. എന്താലേ, സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുക, അതും ഈ കുട്ടിക്ക് ഒരു ഐഫോണിന് വേണ്ടിയിട്ട്. വല്ലാത്തൊരു കാലല്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുക, എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ആരെയാണ് വിശ്വസിക്കുക? സ്വന്തം മക്കളെ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം പാരൻസിനെ, ആരെ? ഇപ്പം ഈ കുട്ടി കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട് കൊട്ടേഷൻ കൊടുത്തതാണ്. ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രത്തോളം ചിന്തിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങള്. കാരണം ഈ മുത്തശ്ശന്റെ കയ്യിൽ പണമുണ്ട്. ഈ പണം ഈ കുട്ടിക്ക് വേണം. എന്തിന്? ഐഫോണിനാണ്. ഇവര് ഫ്രണ്ട്സിന് വേണ്ടത് ബൈക്കും. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഐഫോണും ബൈക്കും വേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇവര് മാസങ്ങളോളം പ്ലാനിങ്ങിലായിരുന്നു. പല പ്ലാനിങ്ങും ചെയ്തു, അതൊക്കെ പൊളിഞ്ഞു പോയി. അവസാനം ഈ കുട്ടിയുടെ വീട്ടില് ഹോസ്പിറ്റൽ കേസ് വന്നു. ബാക്കി ഈ കുട്ടിയും മുത്തശ്ശനും ഒഴികെ ബാക്കി എല്ലാരും ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് കുട്ടി ഫോൺ വിളിച്ച് സുഹൃത്തുക്കളെ വരുത്തി മുത്തശ്ശനെ കൊലപ്പെടുത്തുന്നു. ക്രൂരമായിട്ടാണ് കേട്ടോ ഈ ഒരു പാതകം ചെയ്യുന്നത്. ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് ഒരിക്കലും എത്തപ്പെടാത്ത ചിന്തയാണ് ഇവര് ചിന്തിച്ചു കൂട്ടിയത്. ഇവര് ചെയ്തത് എന്താണെന്ന് വെച്ചാല്, ഇവര് വീട്ടുകാർ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ പെൺകുട്ടിയുടെ സഹായത്തോടെ ഇവര് വീട്ടിലെത്തുന്നു. മുത്തശ്ശന്റെ കണ്ണിൽ മുളകുപൊടി വിതറുന്നു. അതിനുശേഷം കൈകാലുകൾ ബന്ധിപ്പിച്ച് ഹാളിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. ഇത്രയും ഭാരമുള്ള ഈ മനുഷ്യനെ ഈ കുട്ടികൾ വലിച്ചു കൊണ്ടുവന്ന് അവിടുന്ന് ബെഡ്ഷീറ്റ് കൊണ്ട് മുറുക്കി കൊലപാതകം ചെയ്തു. അതിനുശേഷം ചുറ്റുപാടെല്ലാം മുളകുപൊടി വിതറി. അതിനുശേഷം അലമാറകൾ, ഒരു കള്ളന്മാരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അലമാറകളിൽ നിന്ന് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചിട്ടു നാശനഷ്ടം വരുത്തിയിട്ടാണ് ഇവർ ഈ ഒരു പാതകം ചെയ്യുന്നത്. മുത്തശ്ശൻ എവിടെയാണ് പണം വെക്കുന്നത് എന്നുള്ളത് ഈ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അവിടെ നിന്ന് പണം സുരക്ഷിതമായി ഇവരെ കൈകളിൽ എത്തുന്നു. ഇവരെ ഈ പാതകം ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ കുട്ടിക്ക് മുത്തശ്ശന്റെ ഈ ഒരു വീഡിയോ, പാതകം ചെയ്ത ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നു. അപ്പം പോലീസുകാര് കരുതിയിരുന്നത് ഇതൊരു കൊള്ളസംഘം ചെയ്തതാണ് എന്നുള്ള തരത്തിലായിരുന്നു. ഒരിക്കലും ഇങ്ങനെ കുട്ടികളിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷെ ഫോൺ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ കുടുങ്ങുന്നത്. സത്യത്തില് പോലീസുകാരും ഞെട്ടിപ്പോയി, നാട്ടുകാരും ഞെട്ടിപ്പോയി, കുടുംബവും ഞെട്ടിപ്പോയി. ഇവരൊക്കെ അതിന് മോട്ടീവ് ആയത്, ഈ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ച സംഭവം എന്താണെന്ന് വെച്ചാല് ഐഫോണാണ്. കുട്ടിക്ക് ഐഫോൺ വേണം, സുഹൃത്തുക്കൾക്ക് ബൈക്കും വേണം. എങ്ങനെയാണല്ലേ? ഈ ഒരു സംഭവത്തിന് സമാനമായിട്ടുള്ള ഒരു സംഭവം എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലെ തന്നെ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ആ വീട്ടില് അച്ഛനും അമ്മയും സഹോദരിമാരും ഈ കുട്ടിയാണുള്ളത്. ഒരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിന്റെ കഴുത്തിൽ 3.5 പവനുണ്ട്. അപ്പോ ഈ ഒരു മാല എടുക്കണം എന്നുള്ളത് ഈ കുട്ടി കുറെ നാളുകൾക്ക് മുമ്പേ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം മുത്തശ്ശി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, വുളു എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയ സമയത്ത് ഈ കുട്ടി സ്വർണം കൈക്കലാക്കുന്നു. അങ്ങനെ സ്വർണം കാണാതായതിൽ മുത്തശ്ശി ഒരുപാട് ടെൻഷൻ ആകുന്നു. മുത്തശ്ശിക്ക് ഒരുപാട് സുഖമില്ലാതെ വരുന്നു. പിന്നെ ഈ കുട്ടിയെ ആ വീട്ടുകാര് സംശയിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടുകാരല്ല കേട്ടോ, കുറെ ആൾക്കാർ സംശയിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണത്തിന് നല്ല വിലയേറിയ സമയത്താണ്. ഒരു 3.5 പവനൊക്കെ എന്ന് വെച്ചാൽ ഒരു 4 ലക്ഷത്തോളം അടുത്തോ ഈ സ്വർണത്തിന്റെ വില ഉണ്ടാവും. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എല്ലാരും കരുതുന്നു. ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ എടുക്കുക എന്നുള്ളത് അത് സ്വാഭാവികമായിരിക്കാം, ചെയ്യാൻ പാടില്ല എങ്കിലും എടുത്തിട്ടുണ്ടാവാന്നുള്ളത് നമുക്ക് ഇതിന്റെ മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു തുക എടുക്കുന്നുള്ളത് സത്യത്തിൽ ഞാൻ അടക്കമുള്ളവര് വിശ്വസിച്ചിട്ടില്ല. കുറെ ആൾക്കാർ ഈ കുട്ടിയെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു.
പക്ഷെ കുട്ടികളാണെന്നത് നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട്, അവരെങ്ങനെയാണ് ഈ ഒരു സ്വർണം കൊണ്ടുവച്ച് മറിച്ച് വിൽക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ ഈ ഉമ്മ ആകെ കിടപ്പിലെ, കാരണം ഉമ്മ അത്രയും അധ്വാനിച്ചിട്ടാണ് ഓരോ ദിവസവും അധ്വാനിച്ച് കൂട്ടി 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 വെച്ചുണ്ടാക്കിയ സ്വർണ്ണാണ് ഈ 3.5 പവന് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തോടെ ആ ഉമ്മ തളർന്നു പോയി, സംസാരിക്കാൻ പറ്റാതായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ ഉമ്മ മരിച്ചു പോവുകയും ചെയ്തു കേട്ടോ. അപ്പം ഈ മരിക്കുന്നതിന്റെ മുന്നോടിയായി തന്നെ മറ്റൊരു കുട്ടി, ഈ കുട്ടിയുടെ കൂടെ കൂട്ടുപ്രതിയായ മറ്റൊരു കുട്ടി പിന്നെ വീട്ടില് പണം കൊണ്ടുപോകുന്നുണ്ട്. ആ പണം അവിടെ പാരന്റ്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ പാരന്റ്സ് കണ്ടുപിടിച്ചപ്പോൾ ചോദ്യങ്ങളായി, എങ്ങനെയാണ് ഈ എമൗണ്ട് കിട്ടിയത്. അപ്പൊ ഈ കുട്ടിയുടെ പേര് പറഞ്ഞു. അങ്ങനെ ഇവര് വീട്ടിൽ വന്ന് പിന്നെ ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. ഇവർക്ക് പിന്നിൽ വലിയൊരു ടീമുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അതായത് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള മുതലുകൾ എടുപ്പിച്ചിട്ട് അത് വെച്ചിട്ട് സുഖിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാര് നമ്മളെ ചുറ്റുപാടുണ്ട്. ഈ കുട്ടികളെ കൊണ്ട് സ്വർണവും മറ്റു സാധനങ്ങൾ, വീട്ടിലുള്ള മറ്റു വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും എടുപ്പിച്ചിട്ട് ഇത് ചെറിയ വിലക്ക്, ഈ കുട്ടികൾക്ക് ചെറിയ പൈസ എന്തോ ആണ് കൊടുത്തിട്ടുള്ളത്, 4 ലക്ഷത്തോളം അതിന് വില ഉള്ളപ്പം ഈ കുട്ടികൾക്ക് കിട്ടിയത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമാണ്. ബാക്കി എടുത്തത് മുതിർന്ന കുറച്ച് ടീമാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കേസുള്ളതായിരുന്നു. കേസ് ഇവർ തന്നെ പിൻവലിച്ചത്, മരിച്ചും പോയല്ലോ. പക്ഷെ ശരിക്കും ഈ ഒരു ട്രാപ്പിൽ ഈ കുട്ടികളെ ട്രാപ്പിൽ പെടുത്തിയ ഇവരെ ശരിക്കും കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അത് ആ വീട്ടുകാർ ചെയ്തില്ല. കാരണം അവർക്ക് ഈ കുഞ്ഞ് എടുത്തെന്നുള്ളത് തന്നെ മറ്റുള്ളവരെ അറിയരുത്, എല്ലാരെയും വാ മൂടിക്കാനാണ് നോക്കുന്നത്. പോലീസും കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നെക്സ്റ്റ് ഡേ തന്നെ ഇവരൊക്കെ കേസ് കൊടുത്തത്. ബാക്കി ആൾക്കാർ പോയിട്ട് ഉമ്മയും ബാക്കിയുള്ളവരും കേസൊക്കെ കൊടുത്തത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്ത് കാത്തു നിൽക്കുന്നത്, വല വിരിച്ച് കാത്തു നിൽക്കുന്നത് വലിയ വലിയ ടീമുകളാണ്. കള്ള്, മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA, പുറമെ ഇത്തരം ക്രൈമിലേക്കും കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് അത് മുതിർന്നവര് തന്നെയാണ്. അപ്പോ ഈ വീട്ടുകാർ ഇതിന് സ്ട്രോങ് ആയിട്ട്, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, സ്ട്രോങ് ആയിട്ട് നീങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കുറ്റവാളി ആരാണെന്നെങ്കിലും കണ്ടെത്താമായിരുന്നു. അതിന് അവർ ശ്രമിച്ചില്ല. കാരണം നമ്മളെ വീട്ടിൽ ഇങ്ങനൊന്നും സംഭവിച്ചു, അതാരും അറിയരുത്, മൂടപ്പെടണം. കാരണം ആ കുട്ടിന്റെ ഭാവിയാണ്. കുട്ടിനെ കുറിച്ച് നാട്ടിലും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു, ഇനി അറിയാത്തതായിട്ട് ആരുമില്ല. പക്ഷേ അവരിപ്പം ഒട്ടകപ്പക്ഷിന്റെ അതിരിങ്ങ് പോയാല് എന്ത് ചെയ്യാൻ പറ്റും?